ഉണ്ണീശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അമേരിക്കൻ ചരിത്രത്തിലെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്നു അബ്രഹാം ലിങ്കൻ. അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ആഭ്യന്തര യുദ്ധങ്ങൾ. അങ്ങനെ ആഭ്യന്തര യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മിലിറ്ററി ക്യാപ്റ്റൻ, കമാൻഡർ ഇൻ ചീഫ് വന്നിട്ടൊരു ദിവസം അബ്രഹാം ലിങ്കനോട് പറഞ്ഞു, പ്രസിഡൻറ്റ്, ദിസ് ടൈം വി വിൽ വിൻ ദ വാർ. ഇപ്രാവശ്യം നമ്മൾ യുദ്ധത്തിൽ ജയിക്കും, കാരണം ദൈവം നമ്മുടെ കൂടെയാണ്. ഇത് കേട്ട പ്രസിഡന്റ് ഈ കമാൻഡർ ഇൻ ചീഫിനോട് പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയാണ് എന്നത് വലിയ സത്യമാണ്. ദൈവമാണ് നമ്മുടെ കൂടെ, ദൈവമാണ് നമ്മൾ നയിക്കുന്നത്, ദൈവം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ആർ വി വിത്ത് ഗാഡ്? നമ്മൾ ദൈവത്തോടു കൂടിയാണോ? ഇതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ്റെ മറുപടി. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ വലിയൊരു പെരുന്നാളിന് ഒരുങ്ങുകയാണ്, ഈശോയുടെ ജന്മത്തിരുന്നാൾ. നമുക്കറിയാം, ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ വന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവം നമ്മുടെ കൂടെ വന്ന് വസിച്ചു, അത് ആ ജന്മദിനം. ദാറ്റ്സ് എ ബർത്ത്ഡേ പാർ എക്സലൻസ്. വേറെ വാക്കിൽ പറഞ്ഞാൽ, സമാനതകളില്ലാത്ത ഒരു ജന്മദിനം. ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ കൂടെ വസിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മളെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ ഈശോ നമ്മുടെ കൂടെ വന്നു, ഇമ്മാനുവേലായി, അങ്ങനെ നമ്മളെ രക്ഷിച്ചു. ആ രക്ഷയുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. നമ്മൾ അതിനൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ അബ്രഹാം ലിങ്കനോടൊപ്പം ചിന്തിക്കണം, ആർ വി വിത്ത് ഗാഡ്? നമ്മുടെ കൂടെ വന്ന് വസിച്ചവൻ്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ നമ്മൾ അവനോട് കൂടി എന്തുമാത്രം അടുപ്പത്തിലാണ്? അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചോദിക്കേണ്ടത്. നമുക്കറിയാലോ, ഫ്രഞ്ച് ചരിത്രത്തിലെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ നിരീശ്വരനായ തത്വശാസ്ത്രജ്ഞനായിരുന്നു ഫ്രഞ്ചുകാരനായിരുന്ന ഫ്രെഡറിക് നീഷെ. അദ്ദേഹത്തിന് ഈ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പേരിന് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷേ ക്രിസ്തീയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ക്രിസ്മസ് രാത്രിയിൽ ആളുകളൊക്കെ പള്ളിയിലേക്ക് പോകുന്നു. തൻ്റെ തന്നെ പരിചയമുള്ള ബന്ധക്കാരടക്കമുള്ള ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ പരിഹാസ രൂപേണ ഫ്രെഡറിക് നീഷെ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഉടൻ തന്നെ ഫ്രെഡറിക് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് രക്ഷിക്കപ്പെട്ടവരെ പോലെ തോന്നുന്നില്ലല്ലോ. ഇതായിരുന്നു ഫ്രെഡറിക് നീഷയുടെ പ്രതികരണം. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ക്രിസ്മസ് വളരെ അർത്ഥപൂർണമായ രീതിയിൽ ആചരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ബൈബിളിൽ കാണുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരികയാണ്. അത് ആട്ടിടയന്മാരുടെ കൂട്ടമാണ്. അവരെടുത്ത് ദൈവത്തിന് ദൂതൻ വന്ന് പറഞ്ഞു. നമ്മൾ വായിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യമായിട്ട് കാണുന്നു, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സൽവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരുന്നു അവർക്ക് ലഭിച്ച വാർത്ത. എന്നിട്ട് മാലാഖമാർ പറഞ്ഞു, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതിനോട് എങ്ങനെയാണ് ആട്ടിടയന്മാർ പ്രതികരിച്ചത്? മാലാഖമാർ പോയപ്പോൾ അവർ തീരുമാനിക്കുകയാണ്, ദൂതന്മാർ അവരെ വിട്ട്, 15-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹം വരെ പോകാം. അവർ കണ്ണടച്ച് വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സംസാരിച്ചപ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചു. ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും സംശയിക്കേണ്ടതില്ല.
ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുന്നവരൊക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. ആ ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിൽ സംശയമില്ലാതെ നിരക്ഷര കുച്ചികളായ ആട്ടിടയന്മാർ എഴുന്നേറ്റ് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. മാലാഖ പറഞ്ഞ വഴി തേടി അവർ പോയി. അതേ ആ പരമാർത്ഥ ഹൃദയത്തോടു കൂടി അവർ പോയപ്പോൾ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. അവരുടെ ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞിനെ കാണണം, ഈ ദിവ്യ ശിശുവിനെ നേരിട്ട് കാണണം. അവരുടെ അനുഭവം എന്തായിരുന്നു? അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും അവർ കണ്ടു. അവർക്ക് വലിയ സന്തോഷമായി. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കറിയാലോ, ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് വക്രതയാണ്. കപടനാട്യക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വക്രതയില്ലാതെ നേരെ പോകുന്ന രീതിയിൽ പരമാർത്ഥ ഹൃദയത്തോടു കൂടി നമ്മൾ ദൈവത്തെ കാണാൻ, ദൈവത്തെ അനുഭവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിന് നമ്മൾ എന്ത് വേണം? ഈ മാലാഖമാർ പ്രവർത്തിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വരത്തിന് ഇടം കൊടുക്കണം. ദൈവം എന്താണ് നമ്മോട് പറയുന്നത് എന്ന് കേൾക്കാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകണം. ഇത് നമുക്കറിയാം, നമുക്ക് ഒരുപാട് മറ്റു മാർഗങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥ ദൈവത്തെ, യഥാർത്ഥ സമൂഹത്തെ കേൾക്കാനുള്ള താല്പര്യം നമുക്കില്ല എന്നുള്ളതാണ്. കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പലപ്പോഴും പുറപ്പെടും, പക്ഷെ വേണ്ടത്ര രീതിയിൽ ശരിയായ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്താറില്ല. അതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ശരിയായ വഴിയിലേക്ക് വരണം. കർത്താവ് ആരെയാണ് ദൗത്യം ഏൽപ്പിച്ചത്? സഭയെയാണ്. സഭയിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ സ്ഥാനത്തേക്ക് എത്തും. സഭയുടെ വഴി എന്ന് പറയുന്നത് ഈശോയുടെ വഴിയാണ്. നമുക്കറിയാലോ, സെൻ്റ് അഗസ്റ്റിൻ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. തൻ്റെ വിശ്വാസ പ്രമാണത്തെ മുഴുവനും 3 കാര്യത്തിലേക്ക് ഒതുക്കിയിട്ട് സഭാപിതാവായ വിശുദ്ധ അഗസ്തിനോസ് പറയുകയാണ്, ക്രിസ്തീയ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്: ത്രിത്വത്തിൽ വിശ്വസിച്ച് സഭയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തിച്ചേരുക. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ സഭയ്ക്ക് ഉള്ളിലായിരിക്കണം നമ്മൾ, സഭയ്ക്ക് പുറത്താകരുത്. സഭയ്ക്ക് ഉള്ളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ കാലാകാലങ്ങളിൽ വേണ്ടത്ര വ്യാഖ്യാനിച്ച് ജനത്തെ പഠിപ്പിക്കുകയാണ്. തങ്ങളുടെ മക്കളെ, സഭയുടെ മക്കളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ദൈവം നേരിട്ട് സംസാരിക്കുന്നു, ചിലപ്പോൾ വ്യക്തികളിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ പലതരത്തിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അധികാരികളിലൂടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെ സംസാരിക്കുന്നു, ഗുരുഭൂതരിലൂടെ സംസാരിക്കുന്നു, കൂട്ടുകാരിലൂടെ സംസാരിക്കുന്നു, അങ്ങനെ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരിലൂടെ സംസാരിക്കുന്നു. പല രീതിയിൽ നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ആ ഒരു അവസരം നമുക്ക് ഉണ്ടാകും. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ വൈദികനായി ആദ്യമായിട്ടൊരു ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അങ്ങനെ ശുശ്രൂഷ ഏറ്റെടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ നോമ്പുകാലമായി. അപ്പോൾ എന്നോട് വിചാരിച്ചും പറഞ്ഞു, അച്ഛന് പുതുതായിട്ടൊക്കെ വന്നിരിക്കുകയല്ലേ, നമ്മുടെ 4 കുരിശുപള്ളികളുണ്ടല്ലോ, ഈ 4 കുരിശുപള്ളികളിൽ ഈ പ്രാവശ്യം അച്ഛൻ ധ്യാനിപ്പിക്കും. അപ്പം ഞാനത് ഏറ്റെടുത്തു. വിചാരിച്ചും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞോളൂ ഏറ്റെടുത്തു. മാത്രമല്ല നമുക്കും നോമ്പുകാലത്തൊന്നും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള അവസരമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ഒരു ഇടവകയിൽ ഒരു കുരിശുപള്ളി ഞാൻ പോയി. അങ്ങനെ ധ്യാനം ആരംഭിച്ചു. ആദ്യത്തെ ടോക്ക് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ ആ കുരിശുപള്ളി അതിർത്തിയിൽ താമസിക്കുന്ന അഭ്യസ്ത വിദ്യനായ ഒരു സംസ്കൃത അധ്യാപകൻ, അദ്ദേഹം അന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ധ്യാനം വളരെ നന്നായിരുന്നു, നല്ല ടോക്കായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതായത് അച്ഛൻ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ ആ വാക്കിൻ്റെ അവസാനത്തെ സിലബിൾ അങ്ങോട്ട് തിരിയുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ അമേരിക്കക്കാരെയും അതുപോലെയുള്ള ഫ്രഞ്ചുകാരെയും കണ്ടിട്ടായിരിക്കും സംസാരിച്ചു. കാരണം ഫ്രഞ്ചുകാർ അങ്ങനെയാണല്ലോ, അവർ എഴുതുന്നത് പോലെയല്ല കുറച്ച് സംസാരിക്കുക. ചിലപ്പോൾ ഒക്കെ അവരെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മുഴുവൻ മനസ്സിലാവില്ല. അമേരിക്കക്കാർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചിലപ്പോഴൊക്കെ അവർക്ക് തോന്നാറുണ്ട്. പക്ഷേ അപ്പം ഞാൻ അത് കേട്ടപ്പോൾ ശരി, നമുക്ക് എങ്ങനെയാണെന്ന് ആലോചിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതായത് അതിനുശേഷം ഞാൻ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അദ്ദേഹം, എനിക്ക് തോന്നി ടുഡേ ഗോഡ് വാസ് സ്പീക്കിംഗ് ടു മീ ഇൻ ദ ഫോം ഓഫ് എ സാൻസ്ക്രിറ്റ് ടീച്ചർ.
ഒരു സംസ്കൃത അധ്യാപകരുടെ വേഷത്തിലാണ് ദൈവം ഇന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആ രീതിയിലാണ് ഞാൻ എടുത്തത്. അത് അങ്ങനെ എടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? പിന്നീട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ ഓരോ സിലബിളും കൃത്യമായിട്ട് ഉച്ചരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന വിവിധ മണ്ഡലങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ പെരുമാറുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മിലൂടെ ദൈവം എപ്പോഴും നേരിട്ടല്ല സംസാരിക്കുന്നത്, മറ്റുള്ളവരിലൂടെയാണ് സംസാരിക്കുന്നത്. ഇടയന്മാർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായൊരു വാർത്ത ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അറിയിച്ചപ്പോൾ അവരത് കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട വ്യക്തികളിലൂടെയൊക്കെ നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് കേട്ട് നമ്മൾ ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം തന്നെയാണെന്ന് വിവേചിച്ചറിയാനുള്ള ആ തൻ്റെ ഇടവും വിവേകമൊക്കെ നമുക്കുണ്ടാകണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ കണ്ണടച്ച് വിശ്വസിച്ച് നമ്മൾ ചാടി ഇറങ്ങരുത്. പക്ഷേ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ആരാണ് പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിനെല്ലാം അറിയാം, ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവമാണ് നമ്മളെ വഴി എല്ലാം മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ദൈവത്തെ നമ്മൾ ശങ്കിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദൂതന്മാർ കണ്ണടച്ച് വിശ്വസിച്ച് ലെറ്റ് us go to ബേത്ലഹേം എന്ന് പറഞ്ഞു. നമ്മളും അന്വേഷിച്ചിറങ്ങേണ്ടത് ഈ ഈശോയെയാണ്. മനുഷ്യരിലൂടെ ദൈവത്തിലൂടെ നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച്, ജ്ഞാനമനുസരിച്ച്, പ്രചോദനമനുസരിച്ച് നമ്മൾ ദൈവത്തിലേക്ക് ചെല്ലണം. എന്തിനു വേണ്ടിയാ? ദൈവത്തോടു കൂടി ആയിരിക്കാനായിട്ടാണ്. അപ്പോൾ നാം ദൈവത്തോടു കൂടി നടക്കണം. അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഇമ്മാനുവേൽ അനുഭവം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നമുക്കറിയാലോ, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന സഭയുടെ ഔദ്യോഗിക വിശ്വാസ സംഹിത ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറക്കിയതാണല്ലോ. അതിൽ 150 ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള അടുപ്പം, അതിനുള്ള അടിസ്ഥാനം എന്താണ്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയാണ്, ദൈവത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒട്ടിച്ചേരലും ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ അംഗീകരിക്കലുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ഇൻറ്റിമസി ഇല്ലാതെ, കാരണം എന്തുകൊണ്ടാണ് ഇൻറ്റിമസി വേണമെന്ന് പറയുന്നത്? കാരണം നമ്മൾ വന്നത് സൃഷ്ടാവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. ദൈവത്തിലേക്കുള്ള തിരിച്ചു നടത്തമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൃഷ്ടി എന്ന നിലയിൽ നമുക്കൊരിക്കലും സൃഷ്ടാവിൽ നിന്ന് അകന്നിരിക്കാൻ സാധിക്കുകയില്ല. ദൈവമേ എന്ന ചിന്തയോടുകൂടി ദൈവത്തെ വിളിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവത്തെ വിളിച്ച് കരയുന്നവർക്ക് ആർക്കെങ്കിലും, നമ്മൾ പുതിയ നിയമം എടുത്ത് നോക്കി, പ്രത്യേകിച്ച് പഴയ നിയമവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പുതിയ നിയമം, കർത്താവ് പൂർത്തീകരിച്ച വെളിപാട് ഉൾക്കൊള്ളുന്ന പുതിയ നിയമത്തിൽ എവിടെയൊക്കെ കരച്ചിലും വേദനയും നൊമ്പരവുമായിട്ട് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവ് തിരിഞ്ഞു നോക്കി പ്രതികരിച്ചിട്ടുണ്ട്. വളരെ സൃഷ്ടിപരമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് കർത്താവ് മുന്നോട്ട് പോയിരുന്നത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വ്യക്തിപരമായിട്ടുള്ള ഒട്ടിച്ചേരൽ, ഇമ്മാനുവേലുമായിട്ടുള്ള, നമ്മൾ ക്രിസ്മസ് ബാഹ്യമായിട്ട് ആഘോഷിച്ചാൽ പോരാ. ഒരുപാട് സംഖ്യ നമ്മൾ തോരണങ്ങൾക്കായിട്ട്, പുൽക്കൂടുണ്ടാക്കാനായിട്ട്, കേക്ക് വാങ്ങിക്കാനായിട്ട്, യാത്രകൾക്കായിട്ടൊക്കെ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഇമ്മാനുവേലുമായിട്ടുള്ള അടുപ്പം, ഈ ഇമ്മാനുവേലായിട്ടുള്ള അടുപ്പം നമുക്ക് പലതരത്തിലാകാം. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ദൈവമേ നീയാണ് എൻ്റെ സർവസ്വവും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുകയും ആ ഇമ്മാനുവേലിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും, നമ്മുടെ അടുത്തേക്ക് നമ്മളുമായി അറ്റാച്ച്ഡ് ആകും. നമ്മളല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ നമ്മളെ തന്നോട് കൂടി കൂട്ടിച്ചേർക്കും ഏതെങ്കിലും വഴിക്ക്. അതിനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കർത്താവ് അതൊക്കെ വേണ്ടത് നടത്തും എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവമാണ്. നമുക്കറിയാലോ, ഇപ്പം നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, തീർത്ഥകേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. എത്ര പേർക്കാണ് ഈ അനുഭവം ഉള്ളത്? നാനാജാതി മതസ്ഥരായിട്ടുള്ള, നമ്മൾ വീഡിയോ തുറക്കുമ്പോൾ, TV തുറക്കുമ്പോൾ ഒക്കെ നാനാജാതി മതസ്ഥര് ഈശോയെ കണ്ടതിനെക്കുറിച്ച് എത്രയും മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ഈശോയുമായിട്ടുള്ള അടുപ്പം. ഈശോയുടെ 3 സവിശേഷതകളെക്കുറിച്ച് നമുക്ക് ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഒന്ന്, ഈശോ എപ്പോഴും പിതാവിനെ കുറിച്ചുള്ള ജ്വരത്തിൽ നടന്ന വ്യക്തിയാണ്. പിതാവ് 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 ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, കർത്താവിൻ്റെ മനസ്സിൽ. എപ്പോഴും
ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടുള്ള അടുപ്പം, ആ ബന്ധത്തിലുള്ള ആ ആഴം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിതാവേ എന്നുള്ള ജ്വരം കർത്താവിനുണ്ടായിരുന്നു. തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരൂപം സ്വീകരിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച കർത്താവ് ഈ ലോകത്ത് ചരിത്രപുരുഷനായിട്ട് നടക്കുമ്പോഴും ഈ ഒരു ജ്വരം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിതാവിനെ നയിച്ചു, പിതാവിനോട് പ്രവർത്തിക്കുന്നു. പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പിതാവേ 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 എന്നുള്ള ജ്വരത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേൽ അനുഭവം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഈ ഒരു ചിന്ത ഈശോയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പിതാവേ എന്നുള്ള ജ്വരം. രണ്ടാമത്തെ സവിശേഷത നമ്മൾ കാണുന്നത്, പിതാവിൻ്റെ ശൈലിയിൽ കാണുന്നത്, എപ്പോഴും ഇത് പിതാവിന് ഇഷ്ടപ്പെടാവോ? ഞാനിത് പറഞ്ഞാൽ, ഞാനിത് ചെയ്താൽ, ഞാനിത് ഈ രീതി പ്രവർത്തിച്ചാൽ പിതാവിന് ഇഷ്ടപ്പെടാവോ? പിതാവുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ജീവിക്കണമെങ്കിൽ രണ്ടാമതായിട്ട് കർത്താവ് അവലംബിച്ച ഒരു ശൈലിയായിരുന്നത്, എന്ത് കാര്യം ആളുകൾ ആവശ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുമ്പോഴും ആദ്യം പിതാവേ എന്താ നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഹിതം നിറവേറട്ടെ, നിൻ്റെ ഹിതം നിറവേറട്ടെ. ആ ഒരു ചിന്തയോടുകൂടിയാണ് കർത്താവ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ പിതാവേ പിതാവ് എന്നുള്ള ജ്വരം എപ്പോഴും ആ ഒരു ചിന്തയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുന്ന രീതിയിലുള്ള ഒരു പോക്ക്. മൂന്നാമത് നമ്മൾ കാണുന്ന സവിശേഷത എന്ന് പറയുന്നത്, ഈ പിതാവിൻ്റെ കൂടിയുള്ള ആ കൗൺസിലിംഗ്, ആ ഉപദേശം ചോദിക്കുന്ന പ്രാർത്ഥനയിലൂടെ പിതാവിനെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനാ ശൈലി. നമ്മൾ ആലോചിക്കും, സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും, അതായത് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും, അത് കഴിഞ്ഞ് അത്ഭുതങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും, അത് കഴിഞ്ഞ് ഗത്സമനി പ്രാർത്ഥിക്കുമ്പോഴും, വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും, അത് കഴിഞ്ഞ് കാൽവരിയിൽ പോയി അവസാനം തൻ്റെ ശ്വാസം സമർപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഈ പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ ഒന്നിക്കുന്ന ഈശോയുടെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തെ കേൾക്കാൻ, ദൈവസ്വരമനുസരിച്ച് നമ്മൾ തന്നെ പുനഃപ്രതിഷ്ഠ നടത്താൻ, ദൈവത്തിൻ്റെ സ്വരമനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ആട്ടിടയന്മാരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ആട്ടിടയന്മാർ ഒരു തരത്തിൽ പ്രവർത്തിച്ചു, പക്ഷേ നമുക്കറിയാലോ അത് മൈൻഡ് ചെയ്യാതെ പോയവരുണ്ട്. അവിടെ കൊട്ടാരത്തിൽ താമസിച്ചവരും അതുപോലെ തന്നെ മറ്റു പുറമെയുള്ള യഹൂദ പ്രമാണികളൊന്നും ഈ ആട്ടിടയന്മാരുടെ മനോഭാവത്തോടുകൂടി പോയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണിത്. ദൈവം നയിക്കുന്ന വഴിയിലൂടെ നയിച്ചാൽ ഒരിക്കലും നമ്മൾ ആപത്ത് ചെന്ന് വീഴില്ല. അതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും സുഖമായിരിക്കും എന്നുള്ളതല്ല. എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന ഒരു ഉറപ്പുമില്ല. പക്ഷേ ഈ ഉറപ്പില്ലെങ്കിലും പിന്നീട് അത് നന്മയ്ക്കായിട്ട് കർത്താവ് പരിണമിപ്പിക്കും. റോമക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് തന്നെയാണല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമുക്കെല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് നമ്മളെ തൊടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഗാന്ധിജി പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാം, 1947 വർഷത്തിൽ ക്രിസ്മസിന് അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു ആ സമയത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്മസ് ആഘോഷമൊക്കെ അവിടെ കണ്ടിട്ട് പറഞ്ഞു, ഈ ക്രിസ്മസ് നിങ്ങൾ ക്രിസ്ത്യാനികൾ മാത്രം ആഘോഷിക്കുന്നത് ശരിയല്ല. കാരണം ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ലോകത്തിൻ്റെ പൊതു സ്വത്താണ്. ഇറ്റ്സ് എ കോമൺ പ്രോപ്പർട്ടി, കോമൺ ഹെറിറ്റേജ്. അതായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സങ്കല്പം. അതുകൊണ്ട് ആ ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ചുള്ള ബാഹ്യമായ രീതിയിലേക്ക് മാത്രം ഒതുങ്ങാതെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിൻ്റെ സ്വരം അനുസരിച്ച് ജീവിക്കാൻ, അതുപോലെ തന്നെ ദൈവം നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ നയിക്കാവുന്ന വഴിയിലേക്ക് നമ്മളെ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അങ്ങനെ ക്രിസ്മസിന് ഒരു ആത്മീയത കണ്ടെത്താൻ, ക്രിസ്മസിന് ഒരു ആത്മീയ പരിവേഷം കൊടുക്കാൻ, ക്രിസ്മസ് ഭക്ഷണത്തിലും കേക്കിലും തോരണങ്ങളിലും പുൽക്കൂട്ടിലും കരോളിലും മാത്രം ഒതുങ്ങാനുള്ളതല്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് ഈശോ പിറക്കണം.
അങ്ങനെ വന്ന് പിറക്കണമെങ്കിൽ ഈശോയുടെ സ്വരം നമ്മൾ ആട്ടിടയന്മാരെ പോലെ കേൾക്കണം. ആ സ്വരമനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തണം. ആ വഴിയിലൂടെ നമ്മൾ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അർത്ഥവത്തായ ക്രിസ്മസ് ആഘോഷിക്കാം. പുൽക്കൂട്ടിലെ ഈശോയെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടയിലേക്ക് വന്ന ഇമ്മാനുവേൽ എന്നും നമ്മുടെ വീടുകളിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ സമൂഹങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയുള്ള ഒരു ഇമ്മാനുവേലായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ, ആ ഇമ്മാനുവേലിന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആഘോഷമായി തീരട്ടെ 2023 ക്രിസ്മസ് എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ആശംസിക്കാനുള്ളത്. ദൈവാനുഗ്രഹം നേരുന്നു. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആട്ടിടയരോടും എല്ലാവരോടും ചേർന്ന് നമുക്ക് അർത്ഥവത്തായ ക്രിസ്മസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.